ഇവിടെ കിടക്കുവാണ്, പോരുന്നില്ലേ? ഇറങ്ങുന്ന വീഡിയോയാണ്. പണ്ടത്തെ പോലെ ഒന്നും അല്ല, രാവിലെ നേരം വെളുക്കുവാണല്ലോ. മറ്റാണ് എടിയേ അരുന്ധതി സമാധി മുടിക്കാതെടാ. രാവിലെ എഴുന്നേറ്റ കാഴ്ചയാണ് ടെന്റ്. ഞാൻ നമ്മൾ കത്തിച്ച ഫയറിൻ്റെ നമ്മൾ നേരെ വാഷ്റൂമിൽ പോവാം രാവിലെ എഴുന്നേറ്റ്. ഇതാണ് വാഷ്റൂം. സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രൗൺ ചിക്കൻ, പിന്നെ എഗ്ഗുണ്ട്, നമ്മൾ ബേക്കിൾസ്, ടൊമാറ്റോ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കവറുകളൊന്നും മാറിപ്പോയിരുന്നു. ഭയങ്കര റീഫ്രഷിംഗ് ആയിരുന്നു. ക്യാമ്പിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ തലേദിവസം കൊണ്ടുവന്ന സ്ട്രോബെറീസ് ഒരുപാട് മിച്ചം വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു ജാം പോലെയാക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കഴിച്ചത് കേട്ടോ. ഇച്ചാൻ ഇത്രയും സ്കില്ലുള്ള കാര്യം കുറച്ചുകൂടി റിവീലായി വരുന്നൊരു ദിവസം കൂടി ആയിരുന്നു. നമുക്ക് കഴിക്കാൻ ബേഗലുണ്ടായിരുന്നു, അതുപോലെ നാനും പിന്നെ കീമ, പിന്നെ ബേഗലിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോയും കുറച്ച് എഗ്ഗും വെച്ചിട്ട് കഴിച്ചു. വണ്ടിയുടെ സാധനങ്ങളെല്ലാം കയറ്റി പൂരം തീർന്ന പൂരപ്പറമ്പ് പോലെയായി. ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ രാത്രിയിലത്തെ ക്യാമ്പിങ് കഴിഞ്ഞു, രാവിലെയായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മൾ നേരെ പോകും. കാരണം എനിക്കിന്ന് ജോലിക്ക് കയറണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നല്ലൊരു സ്ഥലം, വാഷ്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അല്ലേ നല്ല സേഫ് ആൻഡ് സെക്യൂർ സ്ഥലമായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം ഇതുപോലെ ക്യാമ്പിങ്ങിന് വന്നതാണ്. ചിലർ 2-3 ദിവസത്തിന് വന്നവരുണ്ട്, ചിലർ ഇതുപോലെ നമ്മളെ പോലെ 1-2 ദിവസത്തിന് വന്നവരുണ്ട്. എല്ലാവരും അവരുടേതായ സന്തോഷങ്ങളിൽ അല്ലേ എൻജോയ് ചെയ്യാണ്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ പോവാണ്. നിങ്ങളെ ആ ദിവസമാണ് ഞങ്ങളിപ്പോൾ പെർത്തിലേക്ക് പോവാണ്. ഇത് ഓസ്ട്രേലിയയിലെ പെർത്തല്ല, കാനഡയിലെ ഒട്ടവയിലെ പെർത്ത്. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്കിന്ന് അൺഫോർച്ചുനേറ്റ്ലി ജോലി കയറുന്നതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇച്ചിരി അത് ഞാൻ ഡബ് ചെയ്തോളാം, കുഴപ്പമില്ല, ഡബ് ചെയ്തോളാം ഞാൻ. നമ്മൾ പെർത്തിലോട്ട് പോവാം. അവിടെ എന്താണെന്ന് അറിയത്തില്ല, അവിടെ ചെന്നിട്ട് കാണാം. ഓൾക്കത്രേ ഉള്ളൂ, എനിക്ക് ബാക്കി പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഈ ഡീപോർട്ട് കനാൽ ഷോപ്പ് ഒന്നും കണ്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് റേഡിയോ കനാൽ കാണാം. റേഡിയോ കനാൽ അതിൻ്റെ മോൾ ഭാഗമാണ്. റേഡിയോ കനാലിലെത്തിയേക്കുവാണ്. ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഒരു രക്ഷയൊന്നുമില്ല, ചെറിയ ഇതൊക്കെ നല്ല രസമല്ലേ കാണാനൊക്കെ. താമര ഉണ്ട് ഗൈസ്, താമര ഞാൻ കാണിച്ചു തരാം. താമര ഇത് കാണിച്ചു കൊടുത്തേ. വാട്ടർ ലില്ലി അല്ല, താമര പൂ വെക്കുന്നതാണ്.
നമ്മൾ വന്ന വഴിയാണ് ഈ കനാലിൻ്റെ ഇതിലേക്കൂടെ നമ്മൾ വന്നത്. ഈ രണ്ട് വഴികൾക്കിടയിലൂടെ നമ്മൾ പോകണം. അപ്പുറത്തും വെള്ളം ഇപ്പുറത്തും വെള്ളം. നിങ്ങൾ ഈ ചെകുത്താനും കടലിലും നടക്കുന്ന കേട്ടില്ലേ? അതെ, ചെകുത്താൻ വെള്ളം, ചെകുത്താനും വെള്ളത്തിൻ്റെ നടുവിൽ നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ ഇറങ്ങുവാണ്. കുറേ ബോട്ടുകളൊക്കെ ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്കിതുപോലെ ബോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകാം. ഇതിനകത്ത് കാണാനുണ്ടോ, വാട്ടർ ലെവൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതൊരു കനാലാണ്, റേഡിയോ കനാൽ എന്ന് പറഞ്ഞൊരു കനാലാണ്. കണ്ടോ, നല്ല രസമുണ്ട്. ഒട്ടവേലപ്പുറത്തിലെത്തിയിരിക്കുകയാണ്. നല്ല കുറേ ബിൽഡിങ്സ്. സ്ട്രീറ്റാണ്, പുറത്തിലൊരു സ്ട്രീറ്റാണ്. നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് നമ്മൾ തപ്പുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ പോവാണ്, കനാലിൻ്റെ അടിയിൽ കൂടെ. ആഹാ, നല്ലൊരു പ്ലേസ് അല്ലേ, നല്ല ക്ലിയറായിട്ടുള്ള വാട്ടർ. കണ്ടിട്ട് ഇതിനകത്ത് ഇറങ്ങാൻ തോന്നുന്നു അല്ലേ, കണ്ടിനകത്ത് ഇറങ്ങാൻ തോന്നുന്നു. നാളെ കാനഡ ഡേ ആണ്. അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ കാനഡ. ഈ 7 ഇതുണ്ടോ, ഈ പാലം ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കണ്ടോ തടിയാണ്. താഴെ കമ്പിയിലാണിത് താങ്ങി നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് കണ്ടോ, ഇത് തടിയാണ്, കറക്റ്റ് തടിയിലുണ്ടാക്കിയിരിക്കുന്ന പാലം. ഇതെല്ലാം ഇരുമ്പിലൂരിക്കലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് തടിയാണ്, തടിയാണ്. അടുത്ത് നമ്മൾ നോക്കിയപ്പോൾ ഒരു പാർക്ക് അടുത്തുണ്ട്. ചുമ്മാ ഒന്ന് നോക്കി പോവാം കേട്ടോ, ഏതാ സ്ഥലം എന്ന്. പാർക്ക് സ്പോട്ടഡ്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാവൽ എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ട്രാവൽസ് ആയിരിക്കും അല്ലേ. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പ്ലാൻ ഇടാതെ വരുന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് സന്തോഷത്തോടെ പോരുന്ന ആ ഒരു
ട്രാവൽ അത് അടിപൊളിയായിരിക്കും. അത്തരത്തിലൊരു ട്രാവലായിരുന്നു ഇതെന്ന് 100% വേണേൽ പറയാം. ഒട്ടാവയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗൺ എന്ന് വേണം പെർത്തിനെ പറയാനായിട്ട്. അതതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും, കാരണം പ്രകൃതിയാണെങ്കിലും വെള്ളമാണെങ്കിലും ഒരു മനോഹാരിതയാണെങ്കിലും പച്ചപ്പും ഹരിതാപം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായിരുന്നു ചുറ്റും എവിടെ നോക്കിയാലും ഒരു ഗ്രീനറി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമയും മനസ്സിനൊരു സന്തോഷമൊക്കെയാണ്. പിന്നെ ഈ ചെറിയ റിവർ ഒഴുകുന്ന ശബ്ദവും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലിരുന്ന് നമുക്ക് നന്നായിട്ട് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റാണ് അവിടെ കേട്ടോ. പിന്നെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളർഫുള്ളാണ് നഗരം. അത് കണ്ട് പൂക്കളൊക്കെ അതുപോലെ പെർത്തിൻ്റെ എല്ലാ സ്ട്രീറ്റുകളും അവർ പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഈ പാർക്ക് മുഴുവൻ ഇച്ചാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവ സ്ഥലത്ത് ഞങ്ങളാരും തന്നെ ഇല്ല. ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങാം എന്നുള്ള ഒരു ടോപ്പിക്കിലെ ചർച്ചയിലായിരുന്നു. കുറച്ച് ദൂരെ മാറി നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും ഇച്ചാൻ ഇതെല്ലാം കവർ ചെയ്തു. എന്ത് രസമാണെന്ന് നോക്കിക്കുക അല്ലേ. നമ്മളൊരു പാർക്കിലൊക്കെ പോയിട്ട് ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്ത് ഒക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയല്ലേ ഇത്. നിങ്ങൾക്ക് എത്തരത്തിലുള്ള യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഒന്ന് അറിയാനായിട്ടുള്ള കൊതി കൊണ്ടാണ്. പെർത്തെന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം കണ്ടോ, അതെന്താ പേര് പറയാം, അതൊന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയാമെങ്കിൽ. ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് വന്നത് കേട്ടോ. അയ്യോ തണുപ്പാ. അങ്ങനെ ഒട്ടാവയുടെ പ്രിറ്റിയസ്റ്റ് ടൗണായ പെർത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഒരു ലോങ് വീക്കെൻഡൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സമയത്ത് നമ്മളിങ്ങനെ ഒരു പീസ്ഫുൾ സ്ഥലം സെലക്ട് ചെയ്യുകയും അവിടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും അവിടെ നിന്ന് പോരാനായിട്ട് തോന്നാതിരിക്കുകയും അവിടുത്തെ ഒരുപാട് ഓർമ്മകളും കൊണ്ടാണ് ഞങ്ങൾ പോരുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് പോരണ്ടെന്ന് പറയുമായിരുന്നു, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇതൊരുപാട് നടക്കാനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. നമുക്കിങ്ങനെ വണ്ടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണാനുള്ളതൊന്നുമല്ല, ഇങ്ങനെ ഇറങ്ങി നടക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ പെർത്തിൽ നിന്ന് ബൈ ബൈ പറയുമ്പോൾ കുറേ ഫോട്ടോയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ വീഡിയോയും ഒക്കെ ആയിട്ടാണ് പോണത്. ഓർമ്മകളൊക്കെ കളക്ട് ചെയ്തു. എന്നാൽ നമുക്കിനി മടങ്ങിയാലോ? അപ്പോൾ ശരി, പിന്നെ ഒരിക്കൽ കാണാം പെർത്ത്. ബൈ ബൈ. അങ്ങനെ നമ്മുടെ പെർത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളത് നേരെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടതിന് ഒത്തിരി നന്ദി. ഇനി ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീണ്ടും പുതിയൊരു വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ